മന്ത്രി ഷിബു ബേബി ജോണിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. തനിക്കെതിരെ ഒരു നേതാവ് മോശം പരാമർശം നടത്തിയെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ആരോപണം പുറത്തുവന്നെന്ന രീതിയിൽ പരാമർശം നടത്തുന്നുവെന്നും പ്രതിപക്ഷം. സഭാരീതിക്ക് നിരക്കുന്നതല്ല മന്ത്രിയുടെ പരാമർശമെന്ന പ്രതിപക്ഷ നേതാവ് നൃപൻ വിവരങ്ങളുമായി ചേർന്നു. നൃപൻ, എന്താണ് നിയമസഭയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്? കാണേണ്ടി വരും. രാവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോടുള്ള ചോദ്യത്തിന് മറുപടി ഷിബു ബേബി ജോൺ നടത്തിയിരുന്നു. ഇതിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിവുകെട്ടവൻ, അതായത് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയാൻ കഴിവില്ലാത്ത ആളാണെന്ന് വരുത്തി തീർക്കാനാണോ മന്ത്രിയുടെ നീക്കം എന്ന തരത്തിലുള്ളൊരു പരാമർശം നിയമസഭയിൽ നടത്തിയിരുന്നു. അത് സഭയിൽ വലിയ തരത്തിലുള്ള ഒച്ചപ്പാട് ഉണ്ടാക്കിയ വിഷയമാണ്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് ധനവിനിയോഗ ബില്ലിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഷിബു ബേബി ജോൺ അതേ വിഷയം വീണ്ടും ആവർത്തിച്ച് പരാമർശിച്ചതാണ് നിയമസഭയിൽ വീണ്ടും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഈ വിഷയത്തിൽ മന്ത്രി നടത്തിയ പരാമർശം എന്ന് പറയുന്നത് പലതവണ കഴിഞ്ഞ മന്ത്രിസഭയിൽ 6 തവണ ഈ മറ്റ് മന്ത്രിമാർ സംസാരിക്കുമ്പോൾ മന്ത്രിമാർ ഇടപെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ AK ശശീന്ദ്രൻ, അന്നത്തെ മന്ത്രി, ഇടപെട്ട സംഭവവും നിയമസഭയിൽ ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണ് എങ്കിൽ അത് കഴിവുകെട്ട ആളായതുകൊണ്ടാണോ, മുഖ്യമന്ത്രി കഴിവുകെട്ട ആളായതുകൊണ്ടാണോ, അന്നത്തെ മുഖ്യമന്ത്രി കഴിവുകെട്ട ആളായതുകൊണ്ടാണോ അങ്ങനെ മന്ത്രി ഇടപെട്ടത് എന്നൊരു പരാമർശത്തിൽ നിന്നാണ് തുടക്കം ആരംഭിക്കുന്നത്. അതിനുശേഷം ഷിബു ബേബി ജോൺ തനിക്കെതിരെ നിരന്തരം നിലവിലെ പ്രതിപക്ഷ നേതാവ് താൻ അധികാരമേറ്റെടുത്ത 16 ദിവസത്തിനുള്ളിൽ തന്നെക്കുറിച്ച് വലിയ വിമർശനം ഫേസ്ബുക്കിൽ പോസ്റ്റായി രേഖപ്പെടുത്തി. തന്നെക്കുറിച്ച് ഒരു CPIM നേതാവ് തന്നെ കടപ്പുറത്ത് നടക്കുന്നവൻ എന്ന തരത്തിലുള്ള മോശം പരാമർശം നടത്തി എന്ന തരത്തിലുള്ള വിമർശനം നിയമസഭയിൽ ഉന്നയിച്ചു. ആ വിമർശനം വന്നപ്പോഴാണ് പ്രതിപക്ഷത്തെ നിരയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നത്. മുൻ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ ഇങ്ങനെ ഒരു ആരോ പറഞ്ഞു എന്ന തരത്തിൽ നിയമസഭയിൽ വന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യവുമായി KN ബാലഗോപാൽ മുൻ ധനമന്ത്രി എണീക്കുന്നു. തുടർന്ന് വലിയ തരത്തിലുള്ള ബഹളമുണ്ടാകുന്നു. ഇങ്ങനെ പരാമർശമില്ലാത്ത, പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ആരെങ്കിലും നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് നിയമസഭയിൽ വന്ന് എന്ത് പറയാമോ എന്ന ചോദ്യത്തിലേക്ക് പ്രതിപക്ഷം അവരുടെ പ്രതിഷേധമായി എണീറ്റു. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. ഇത് എന്തും പറയാമെന്ന തരത്തിലുള്ള പ്രതികരണമായി ഭരണപക്ഷത്തിൻ്റെ പ്രതികരണം മാറുന്നുണ്ട് എന്ന വിമർശനമുണ്ടായി. തുടർന്ന് ശക്തമായ പ്രതിഷേധം സഭയിലുണ്ടായി. ഇത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു പരാമർശത്തിന് തുടക്കത്തിൽ ഉണ്ടായ പരാമർശത്തിൻ്റെ മറുപടിയായി ഷിബു ബേബി ജോൺ നൽകിയ മറുപടിയാണ് വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോയത്. തുടർന്ന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷമാണ് സഭയുടെ ധനവിനിയോഗ ബില്ലിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ ശേഷം സഭ വിട്ട് ഇറങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷിബു ബേബി ജോൺ സഭയിൽ ഉദ്ധരിച്ച ചില കാര്യങ്ങളാണ്. താൻ ചുമതലയേറ്റപ്പോൾ 17ാമത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്കെതിരെ ഇട്ടു. വകുപ്പിൻ്റെ കഴിവുകേടിനെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തി. ഒരു CPM നേതാവ് എന്നെ അധിക്ഷേപിച്ചത് കടപ്പുറത്ത് കിടക്കുന്നവൻ എന്നാണ്. സത്യങ്ങൾ പറയുമ്പോൾ എന്താണ് അസഹിഷ്ണുത എന്ന മറുപടിയായിരുന്നു ഷിബു ബേബി ജോണിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ഇല്ലാത്ത കാര്യമാണ് മന്ത്രി പറയുന്നത് എന്ന് സഭയിൽ KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് എന്തിനാണ് ഇങ്ങനെ വെറുതെ കെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു തരത്തിൽ പരാമർശം നടത്താത്ത, സഭയിൽ ഉന്നയിക്കാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് എന്തിനാണ് സർക്കാരിൻ്റെ പ്രതികരിക്കുന്ന മന്ത്രി സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം. തുടർന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. അവസാനം പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങി പോവുകയായിരുന്നു, സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. ആര്യ, തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് സഭ മുന്നോട്ട് പോകുന്നതെന്നും ഇതുമായി സഹകരിക്കാൻ കഴിയില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ മന്ത്രി ഷിബു ബേബി ജോണിന്റെ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. അതേ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങി എന്നല്ലേ വ്യക്തമാവുന്നത്? തീർച്ചയായും. കാരണം ഞാൻ നേരത്തെ മുഖവരെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഉണ്ടായ ഒരു പരാമർശം, ആ പരാമർശത്തിൻ്റെ ഭാഗമായി മന്ത്രി ധനവിനിയോഗ ബില്ലിൻ്റെ മറുപടി പറയുന്ന ഘട്ടത്തിൽ ആ പരാമർശത്തെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും സഭയിൽ ആ വിഷയം മന്ത്രി ഷിബു ബേബി ജോണാണ് ഉന്നയിച്ചത്. അതിൽ ആ പരാമർശത്തിൽ തുടങ്ങിയത് സഭയ്ക്ക് പുറത്തുള്ള ഒരു പരാമർശം, ഒരു CPM നേതാവ് തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തി എന്ന ഭാഗം കൂടി സഭയിൽ ഉന്നയിച്ചു. അപ്പോഴേക്കാണ് ധനമന്ത്രി KN ബാലഗോപാൽ ശക്തമായ ഭാഷയിൽ സഭയ്ക്കകത്ത് തന്നെ ഇതിനെ പ്രതിരോധിച്ചത്. അങ്ങനെ ആരോ പറഞ്ഞു എന്ന
രീതിയിൽ സഭയിൽ വന്ന് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാമെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് ശക്തമായ ഭാഷയിൽ ഇതിന് മറുപടി നൽകിയത്. തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് സഭ മുന്നോട്ട് പോകുന്നത്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ സഭയിൽ ഇങ്ങനെ മറുപടി പറയാൻ എന്ന ആശങ്കയുണ്ട്. അതുമായി സഹകരിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാവിലെ ഉണ്ടായ വിഷയമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനിടയിൽ കയറി വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഷിബു ബേബി ജോൺ മറുപടി പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ മന്ത്രി കഴിവുകെട്ടവൻ എന്ന് വരുത്തി തീർക്കാനാണോ ഇങ്ങനെ മറ്റൊരു മന്ത്രി മറുപടി പറയുന്നതെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അത് സ്വാഭാവികമായും ഷിബു ബേബി ജോണിനെ പ്രകോപിച്ചിട്ടുണ്ട്. അത് സഭയിൽ അപ്പോൾ ചെറിയ തരത്തിലുള്ള സംഘർഷം, ചെറിയ തരത്തിലുള്ള ബഹളം ഉണ്ടായെങ്കിലും അത് അവസാനിച്ചിരുന്നു. പക്ഷേ ഇത് മറുപടി പറയുന്ന ഘട്ടത്തിൽ ആ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള സമയമായി മന്ത്രി ഷിബു ബേബി ജോൺ ഇതിനെ മാറ്റി. തുടർന്നാണ് സഭയുടെ ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയുടെ മന്ത്രിമാർ മറുപടി പറയുന്ന അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് പോകുന്നത്. ആ പ്രകോപനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു CPIM നേതാവ് തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തി ആരോ പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം സഭയ്ക്കകത്ത് വന്ന് മന്ത്രി തന്നെ ഉന്നയിച്ചതിലാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. തുടർന്നാണ് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിക്കുന്നു എന്ന് സഭയെ അറിയിച്ചത്. ആര്യ ശരി, റിപ്പനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.